റബ്ബു സിദ്ഖീൻ അത് ഇന്നലെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നില്ല. റബ്ബു സിദ്ഖീൻ സത്യത്തിൻ്റെ വക്താവാണ്. സത്യം മാത്രമേ പറയുള്ളൂ. സത്യം 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 മാത്രം. ബഷീറുൻ നദീറുൻ റബ്ബു സിദ്ഖീൻ. സത്യം മാത്രമേ പറയുള്ളൂ, സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സത്യത്തിൻ്റെ വക്താവാണ് മുസദ്ദഖീൻ. റബ്ബു സിദ്ഖീൻ സത്യത്തിൻ്റെ ആളാണ്. മുസദ്ദഖീൻ സത്യവാനാണെന്ന് സാക്ഷ്യപ്പെടുത്തപ്പെട്ട ആളും. റബ്ബു സിദ്ഖ് എന്ന് പറഞ്ഞാൽ നബി പറഞ്ഞത് സത്യമാണ്. മുസദ്ദഖ് എന്ന് പറഞ്ഞാൽ സത്യമാണെന്ന് മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെട്ട ആളാണ്. അതായത് ഒരാൾ സത്യം പറയുകയും അയാൾ പറയുന്ന സത്യമാണെന്ന് ജനം അംഗീകരിക്കുകയും, അങ്ങനെ മനസ്സിലാവേണ്ട റബ്ബു സിദ്ഖീൻ. റബ്ബു സിദ്ഖീൻ സത്യത്തിൻ്റെ ആളാണ്, അതിൻ്റെ വക്താവാണ് മുഹമ്മദ് മുസ്തഫ. മുസദ്ദഖീൻ സത്യവാനാണെന്ന് സാക്ഷ്യപ്പെടുത്തപ്പെട്ട ആളുമാണ്. എല്ലാ നിലയിലും സത്യവാനാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ തന്നെ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആൻ തന്നെ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പരിശുദ്ധമായ സുമർ അധ്യായത്തിന് 33-ാമത്തെ വചനം കാണാം. സുമർ അധ്യായത്തിന് 33-ാമത്തെ വചനം സത്യവാനാണ്. സുമർ അധ്യായത്തിന് 33-ാമത്തെ വചനം. والذي جاء بالصدق وصدق به أولئك هم المتقون. والذي جاء بالصدق സത്യം കൊണ്ടുവന്നവരാണ്. വസദ്ദഖ ബിഹി ആ സത്യം കൊണ്ടുവന്ന ആളെ വാസ്തവമാക്കിയ ആളും ഉലൈക ഹുമുൽ മുത്തഖൂൻ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ അവരാണ്. വല്ലദി ജാഅ ബിസ്സിദ്ഖി സത്യം കൊണ്ടുവന്നാൾ. അതാ സത്യം കൊണ്ടുവന്ന ആൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം പറഞ്ഞിട്ടുള്ളൂ. സുമർ അധ്യായത്തിന് 33-ാമത്തെ വചനം. സാഫാത്ത് അധ്യായത്തിൻ്റെ 37-ാമത്തെ വചനം. സാഫാത്ത് അധ്യായത്തിന് 37-ാമത്തെ വചനം ഇതേ വാക്ക് പറയുന്നുണ്ട്. സാഫാത്ത് അധ്യായത്തിന് ബൽ ജാഅ ബിൽ ഹഖ് വസദ്ദഖൽ മുർസലീൻ. ബൽ ജാഅ ബിൽ ഹഖ് ഹഖ് കൊണ്ടാണ് ഇയാൾ വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം കൊണ്ടാണ് വന്നത്. വസദ്ദഖൽ മുർസലീൻ ബൽ ജാഅ ബിൽ ഹഖ് വസദ്ദഖൽ മുർസലീൻ. സത്യം കൊണ്ടാണ് ഹബീബായ നബി വന്നത്. എല്ലാ മുർസലീങ്ങളെയും വാസ്തവമാക്കിയുമാണ് വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് പല രൂപത്തിലുമുണ്ട്. النجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. النجم إذا هوى ما ضل صاحبكم وما غوى. പഴിച്ചിട്ടില്ല. നിങ്ങൾ അടുത്ത് വന്ന ഇയാൾ പഴിച്ചു പോയ ഒരാളല്ല, ഒരു പിഴവ് പറ്റിയ ആളല്ല. ഒമായന്തഖു അനിൽ ഹവാ സ്വന്തം ദേഹേച്ഛ പ്രകാരം ഒന്നും പറഞ്ഞിട്ടുമില്ല, പറയുകയുമില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ സത്യസന്ധമായ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിച്ച ആളാണ്. അപ്പോൾ റബ്ബു സിദ്ഖാണ്, സത്യത്തിൻ്റെ വക്താവാണ്. എന്തേ പറഞ്ഞിട്ടുള്ളൂ? സത്യം പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. അത് മനുഷ്യന് മനസ്സിലായില്ല എന്നേ ഉള്ളൂ. അള്ളാഹിൻ്റെ ഹബീബ് സത്യമല്ലാത്തൊരു വാക്ക് പറഞ്ഞിട്ടേയില്ല, ഒരിക്കലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബു സിദ്ഖീൻ സത്യത്തിൻ്റെ ആളാണ്. ഖുർആൻ സാക്ഷ്യപ്പെടുത്തി. മുസദ്ദഖീൻ സത്യമാണ് പറഞ്ഞത് എന്ന് മറ്റുള്ളവരാൽ സാക്ഷ്യപ്പെടുത്തപ്പെട്ട ആളുമാണ് മുഹമ്മദ് മുസ്തഫ. തൻ്റെ റബ്ബ് പറഞ്ഞു ഈ പറഞ്ഞ ആൾ പറയുന്നത് സത്യമാണ്, തൻ്റെ ഭാര്യ പറഞ്ഞു സത്യമാണ്, സത്യങ്ങൾ പറയുള്ളൂ. നിങ്ങൾ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് ഒരാളുടെ ഭാര്യ പറയണമെങ്കിൽ അയാൾക്ക് എത്ര സത്യം വേണം? ഈ ഭാര്യയോ? ഏതാണ് ഈ ഭാര്യ? ഭാര്യയെ സ്വന്തം നാട്ടുകാർ ത്വാഹിറ പരിശുദ്ധയായ പെണ്ണെന്നാണ് വിളിച്ചിരുന്നത്.
എപ്പോഴാണ് വിളിക്കുന്നതും കൂടി ആലോചിക്കണം. എപ്പോഴാണ് ഈ പെണ്ണിനെ പരിശുദ്ധ, അവർ കുമ്പിടുന്ന ഒരു ബിംബത്തിനും ഈ പെണ്ണ് കുമ്പിടൂല, എന്നിട്ടും ആ ജനങ്ങൾ ആ പെണ്ണിനെ വിളിച്ചിരുന്നത് പരിശുദ്ധ എന്നാണ്. അപ്പം ഇത്ര വലിയ പരിശുദ്ധമായിരിക്കും. ആ പെണ്ണാണ് പറഞ്ഞത് എന്ത് സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ ആലോചിക്കും. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഷീറുൻ നദീർ സുദഖൻ, സത്യത്തിൻ്റെ ആൾ തന്നെയാണ്. ഭാര്യ പറഞ്ഞു സത്യവാനാണ്, കൂട്ടുകാരൻ പറഞ്ഞു സത്യവാനാണ്. കൂട്ടുകാരൻ സിദ്ദീഖുൽ അക്ബറാണ്. സിദ്ദീഖ് പറഞ്ഞ നബിയെ മനസ്സിലായില്ലേ? നബി സത്യവാനാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് പേരിട്ടിയത് സിദ്ദീഖ്. നബി സത്യം പറയൂ എന്ന് പറഞ്ഞതുകൊണ്ട് അബൂബക്കറിന് കിട്ടിയ പേരാണ് എന്ത്? സിദ്ദീഖ്. അബൂബക്കർ സത്യം പറയുള്ളൂ, നാട്ടിൽക്കറിയാം. നബി പറയുന്നത് എന്ത് പറഞ്ഞാലും സത്യമാണെന്ന് പറഞ്ഞതുകൊണ്ട് കിട്ടിയ പേരാണ് എന്ത്? സിദ്ദീഖ്. സത്യം പറയൂ. ആകാശത്തേറി ഇവർ രാത്രിയുടെ അല്പനേരം കൊണ്ട് ആകാശത്ത് പോയി വന്നു എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ കളവാക്കി. അപ്പോൾ അബൂബക്കർ എന്ത് പറഞ്ഞു? ഇല്ല, കളവ് പറയില്ല, നേരെ പറയൂ ഈ മനുഷ്യൻ, അതിന് കുഴപ്പമില്ല. അപ്പോൾ സിദ്ദീഖിന് അബൂബക്കറിന് എന്ത് പേര് കിട്ടി? സിദ്ദീഖ്. അപ്പോൾ സ്വന്തം റബ്ബ് സാക്ഷ്യപ്പെടുത്തി, ഭാര്യ സാക്ഷ്യപ്പെടുത്തി, കൂട്ടുകാരൻ സാക്ഷ്യപ്പെടുത്തി, നാട്ടുകാർ മുഴുവൻ സാക്ഷ്യപ്പെടുത്തി, അള്ളാഹുവിൻ്റെ ഹബീബിനെ പറ്റി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖദ് ലബിത്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. യൂനുസ് അധ്യായത്തിൻ്റെ 16-ാമത്തെ ആയത്ത്. ഫഖദ് ലബിത്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി. ഞാൻ ഈ ഖുർആൻ നിങ്ങളുടെ മുന്നിൽ അള്ളാഹു എനിക്ക് ഇറക്കിത്തരുന്ന ഈ വചനങ്ങൾ നിങ്ങളോട് പറയുന്നതിന് മുമ്പ് ഒരുപാട് കാലം ഞാൻ നിങ്ങളെ കൂടെ ജീവിച്ച ആളല്ലേ. അഫലാ തഅഖിലൂൻ, അതെങ്കിലും നിങ്ങൾക്ക് നീന്തിച്ചൂടെ? ഞങ്ങളോട് വല്ല കളവും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും ഒരു ചമൽകൃതമായ സാഹിത്യം കെട്ടിണ്ടാക്കി പാട്ടുപാടുന്ന ആളായിരുന്നു. ഞാൻ ജനങ്ങളുടെ ഇടയിൽ വായി തുറന്നാണ് എന്തെങ്കിലും ഒന്ന് വിളിച്ചറിഞ്ഞ ആളായിരുന്നു. ഫഖദ് ലബിത്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി. ഞാൻ ഈ പരിശുദ്ധമായ ഗ്രന്ഥം, അള്ളാഹു എനിക്ക് ഇറക്കിത്തരുന്ന ഗ്രന്ഥം നിങ്ങൾക്ക് മുന്നിൽ പറയുന്നതിന് മുമ്പ് ഒരു ആയുസ്യം തീർത്തിട്ടുണ്ടല്ലോ നിങ്ങളെ മുന്നിൽ. 570 ഹബീബാ നബി ജനിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബുവത്തോ 610, 40 കൊല്ലം. 40 കൊല്ലം. فقد لبثت فيكم عمرا من قبله أفلا تعقلون എന്ന് യൂനുസ് 16-ാമത്തെ ആയത്ത്. എന്ന് فقد لبثت فيكم عمرا من قبله أفلا تعقلون. قل لو شاء الله ما تلوته عليكم ولا أدراكم به فقد لبثت فيكم عمرا من قبله أفلا تعقلون. قل നബിയെ തങ്ങൾ പ്രഖ്യാപിക്കുക, ലൗ ഷാ അല്ലാഹു മാ തലൗതു അലൈക്കും, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എനിക്ക് ഓതിത്തരാൻ കഴിയില്ല. ഞാനിങ്ങനെ ഓതിത്തരണ്ടെന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എനിക്ക് ഓതിത്തരാൻ കഴിയില്ല. അദ്റാക്കും ബിഹി, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ എനിക്കൊട്ട് അറിയൂല, എനിക്ക് ഓതിത്തരാൻ കഴിയൂല, എനിക്കിത്തരം കാര്യങ്ങളോട്ട് അറിയുകയുമില്ല. ഫഖദ് ലബിസ്തു ഫീക്കും, നിങ്ങളുടെ കൂടെ ഞാൻ ഉള്ളിൽ, നിങ്ങളുടെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഉള്ളിൽ ഞാൻ ജീവിച്ചതല്ലേ ഉമറൻ, വലിയൊരു ആയുസ് മിൻ ഖബ്ലിഹി, ഈ പരിശുദ്ധ വചനങ്ങൾ ഞാൻ പറയുന്നതിന് മുമ്പ്. എന്നിട്ട് ഞാൻ വല്ലതും പറഞ്ഞിരുന്നു? അള്ളാഹുവിൻ്റെ ഹബീബിനെ കളവാക്കുന്നവർ മുഴുവൻ കുടുങ്ങും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേത് ജാതിയും കുടുങ്ങും, ഏത് ജാതിയും കുടുങ്ങും. അത് വളരെ ശ്രദ്ധിക്കണം. സയ്യിദുനാ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം കളവാണ് പറഞ്ഞതെന്ന് ഒരാൾ പറഞ്ഞാൽ പഠിച്ചോൻ്റെ അടുത്ത് കുടുങ്ങും, കൂട്ടുകന്നെയും. എന്തുകൊണ്ട്? ഈസ ആരാണ്? സത്യസന്ധനാണ്, അത്രയും സത്യസന്ധനാണ്. സയ്യിദുനാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരാൾ കളവാക്കിയാൽ അയാൾ അള്ളാഹിനെ കോടതി കൊടുക്കുമോ? എത്ര മുഹമ്മദ് നബിൻ്റെ ആളായിട്ടും കാര്യമില്ല. മുഹമ്മദ് നബി ആളെ ഏറ്റെടുക്കൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? ഈസാ നബിയെയും മൂസാ നബിയൊക്കെ കളവാക്കിയ ഒരാളാണ്, അവരെ കളവാക്കി. അങ്ങനെ കളവാക്കിയ ഒരാളെ ഒരിക്കലും ഏറ്റെടുക്കൂല. മനസ്സിലാണോ പറഞ്ഞു? ഒരിക്കലും അവരെ ഏറ്റെടുക്കൂല. അള്ളാഹിനെ ഹബീബ് ഏറ്റെടുക്കൂല.
അതിനകത്ത് പറയാനുള്ള കാരണം എന്താണ്? കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചില മതവിശ്വാസികൾ എന്ന് പറയുന്ന സഹോദരങ്ങൾ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പിശാചിൻ്റെ വചനങ്ങളാണെന്ന് പറയാൻ കാണിക്കുന്ന ചില രീതികളെ ഞാൻ അത്ഭുതപ്പെടുകയാണ്. അത് എങ്ങനെ നിങ്ങളത് പറയുന്നു? നിങ്ങൾക്കത് എങ്ങനെ പറയാൻ കഴിയുന്നു? നിങ്ങൾ പഠിക്കുന്നില്ലല്ലോ. അത് വളരെ ചിന്തിക്കണം. അങ്ങനെ ക്രിസ്തീയ സഹോദരങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യാജേന അവരാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. എനിക്കത് അംഗീകരിക്കാൻ ഒരിക്കലും കഴിയില്ല. എന്തുകൊണ്ട് ഞാൻ അത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പിശാചിൻ്റെ ആളാന്ന് എങ്ങനെ ഒരാൾ പറയുക? കഴിഞ്ഞില്ലേ? അതോടുകൂടെ കഥ കഴിഞ്ഞല്ലോ. ലോകം മുഴുവനും അംഗീകരിക്കുന്നൊരു പുണ്യാത്മാവല്ലേ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. ക്രിസ്ത്യാനികൾ ആ ആളെ കുറിച്ച് പിന്നെ എന്തു പറഞ്ഞാലും അത് വേറെ വിഷയമാണ്. ക്രിസ്ത്യാനികൾ ഈ വ്യക്തിയെക്കുറിച്ച് എന്തു പറഞ്ഞാലും അത് ആ മനുഷ്യനെ ബാധിക്കുന്ന കാര്യമല്ല. ഉദാഹരണം പറയാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മുസ്ലിങ്ങൾ കളവ് പറഞ്ഞു സങ്കല്പിച്ചാൽ, അങ്ങനെ സങ്കല്പിക്കുക, കളവ് പറഞ്ഞവരെ സമുദായം മാറ്റി നിർത്തും. കളവ് പറഞ്ഞു സങ്കല്പിച്ചാൽ പോലും ഈ മനുഷ്യനതിന് ഉത്തരവാദിയല്ലല്ലോ. നമ്മൾ തമ്മിലുണ്ടാകുന്ന നിസ്സാരമായ പടലപ്പണക്കങ്ങൾ വെച്ചിട്ട് എങ്ങനെ വലിയ വലിയ മഹാന്മാരെ നിസ്സാരപ്പെടുത്തുന്നു? എനിക്കത് മനസ്സിലാവുന്നേ ഇല്ല. എനിക്കത് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ ആ രീതി തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു ഹിന്ദുവല്ല. അതേസമയത്ത് വ്യാസൻ എഴുതി വെച്ചത് ഒക്കെ കളവാണെന്ന് പറയാൻ ഞാനാരാ? എനിക്കെന്ത് വരാനുള്ളത്? വ്യാസൻ ആരാന്ന് തന്നെ എനിക്കറിയില്ല. വ്യാസൻ BC 1500 മുമ്പാണ്, അല്ല 3000 എന്നൊക്കെ അഭിപ്രായമുണ്ട്. BC 3000 ഞാനും വ്യാസമഹർഷിയും തമ്മിലുള്ളത് 5000 കൊല്ലത്തെ വ്യത്യാസമാണ്. ഈ 5000 കൊല്ലത്തെ മുമ്പുള്ള ഈ മനുഷ്യൻ പറഞ്ഞത് കളവാണെന്ന് പറയാൻ ഞാനാരാ? ആ മനുഷ്യൻ മോശക്കാരനായിരുന്നു എന്ന് പറയാൻ ഞാനാരാ? എനിക്കെന്ത് വരാനുള്ളത്? ഞാൻ ഹിന്ദു അല്ല, അത് ശരിയാണ്, ഞാൻ ഹിന്ദു അല്ല, ഞാൻ മുസ്ലിമാണ്. അതേസമയത്ത് വ്യാസൻ ഒരു മോശപ്പെട്ട വ്യക്തിയായിരുന്നു എന്ന് പറയൽ ഒരു പിശാചിൻ്റെ ആളാണ്. ഞാൻ എൻ്റെ ആയുസ് പറഞ്ഞിട്ടില്ല, പറയൂല. എനിക്കവർ അറിയൂലല്ലോ, ഞാനങ്ങനെ പറയാ? ഇന്ന് വലിയ വലിയ ആളുകളെയൊക്കെ കളവാക്കുകയും നിസ്സാരപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതി നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നത് അതിൻ്റെ പിന്നിൽ ചില മതസ്പർദ്ധകളാണ്, വർഗീയവാദങ്ങളാണ്. വർഗീയവാദങ്ങൾ കൊട്ടിക്കുത്തി കയറിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് മനുഷ്യൻ വിളിച്ചു പറയും. ഇപ്പോൾ ഒരു പുതിയ രീതിയാണ്. ഞാൻ നിങ്ങളോട് വളരെ ചിന്തിക്കണമെന്ന് താഴ്മയോടെ അത്തരം ക്രിസ്തീയ സമൂഹത്തിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ കയറി നിൽക്കുന്ന സഹോദരങ്ങളോട് താഴ്മയോടെ ഞാൻ അപേക്ഷിക്കണം. അതൊക്കെ നിങ്ങൾക്കുള്ള പരലോകം നിങ്ങൾ നഷ്ടപ്പെടും. നിങ്ങൾ പരലോക വിശ്വാസികളാണല്ലോ. നിങ്ങൾ ക്രിസ്തീയ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ പരലോക വിശ്വാസികളല്ലേ? നിങ്ങളെങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയുന്നത്? അത് പറയാൻ പാടില്ലല്ലോ, വലിയ തെറ്റല്ലേ? അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്ക്. ബൈബിൾ മറ്റും നോക്കിയിട്ട് പകർത്തിയെടുത്തതാണ്. എന്ത് വർത്തമാനായി പറയുന്നത്! ഈ മനുഷ്യൻ ഒന്നും അറിയില്ല. ബൈബിൾ മറ്റും നോക്കിയിട്ട് പകർത്തിയെടുത്തതാണ് ചില ആളുകളെ വാദം. ഈ മനുഷ്യന് ബൈബിൾ അറിയോ പകർത്തിയെടുക്കാൻ? ബൈബിൾ പറഞ്ഞതാണോ ഈ മനുഷ്യൻ പറഞ്ഞത്? ഏതൊക്കെ വിഷയങ്ങൾ? പല വിഷയങ്ങളിലും ബൈബിൾ പറഞ്ഞത് അല്ലല്ലോ ഈ മനുഷ്യൻ പറഞ്ഞത്. ബൈബിൾ പറഞ്ഞ തെറ്റാന്നല്ല, ബൈബിൾ പറഞ്ഞ രീതിയിലല്ല പറഞ്ഞത്. ബൈബിൾ ഈ മനുഷ്യൻ പോയ ഏരിയയിലേക്ക് ബൈബിൾ പോയില്ല, ബൈബിൾ പോയ ഏരിയയിലേക്ക് ഈ മനുഷ്യന് പോയില്ല. അപ്പോൾ എന്താ ഇതൊക്കെ? നമ്മളൊന്നും നിസ്സാരപ്പെട്ട കാര്യങ്ങളുടെ പേരിലൊന്നും അതിനർത്ഥം ബൈബിളൊക്കെ കളവാണെന്നല്ല. അതൊക്കെ പഠിച്ചതിന് ശേഷം പറയേണ്ട വർത്തമാനങ്ങളാണ്. അത് എന്നെപ്പോലത്തെ ഒരാൾ പറയേണ്ട സംഗതികളും അല്ല. അതേസമയത്ത് മഹത്തുക്കളായ ആളുകളെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾക്ക് യേശുദേവൻ ജീസസ് ഓഫ് നസറത്ത് എന്ന് പറയുന്ന ലോകം കണ്ട മഹാനാണ് സയ്യിദുനാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. ക്രിസ്ത്യാനികൾ അവരെ ജീസസ് ക്രൈസ്റ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ജീസസ് ഓഫ് നസറത്ത് എന്ന് വിളിക്കും. ആയിക്കോട്ടെ, എനിക്കിഷ്ടം ജീസസ് ഓഫ് നസറത്ത് എന്ന് പറയില്ല, എനിക്കിഷ്ടം നസറത്തിലെ ഈസാ അലൈഹി സ്വലാം, അത് പറയില്ല ഇഷ്ടം സയ്യിദുനാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ ഈ ജീസസ് ഓഫ് നസറത്ത് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരാൾ കള്ളനാണെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ആയുസ് മുഴുവൻ ചെലവഴിച്ച അയാൾക്കെതിരെ യുദ്ധം ചെയ്യും. എന്തുകൊണ്ട്? അതല്ലല്ലോ, ഉറപ്പല്ലേ അല്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീസസ് ഓഫ് നസറത്ത് എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കുന്ന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം കള്ളനാണെന്ന് ഒരാൾ പറഞ്ഞാൽ ആ സമയം അയാൾ കഫറാവും. ഇസ്ലാം അപ്പം പുറത്തു പോകും, അപ്പോൾ കഫറാവും. നമ്മൾ കാത്തിരക്ഷിക്കട്ടെ. എന്താ അത്? ഇസ്ലാമിൻ്റെ നിയമമാണത്. ഒരു ദൈവദൂതനെയും നിഷേധിക്കാൻ പാടില്ല, ഒരു ദൈവദൂതനെയും നിഷേധിക്കാൻ പാടില്ല.
നമ്മളും ക്രിസ്ത്യാനികൾ തമ്മിൽ എന്തെങ്കിലും പടലപ്പിടക്കങ്ങളുണ്ടാവും അന്ന് തീരുമാനിക്കും, തീരൂല, തീരണ്ട, അതൊന്നും തീരണ്ടെന്നല്ല എൻ്റെ വാദം. എൻ്റെ വാദം വലിയ മനുഷ്യന്മാരെ മാറ്റം മോശപ്പെട്ട് പറയാൻ പാടില്ല. മറിയം റളിയല്ലാഹു അൻഹ, മറിയം ബീവി റളിയല്ലാഹുവിനെ കുറിച്ച് സയനിസ്റ്റുകൾ എന്താ പറഞ്ഞത്? വേശ്യാണ് പറഞ്ഞത്. അല്ലാഹു നഊദു ബില്ലാഹ്. അങ്ങനെ ഒരു എന്താ ജനതയ്ക്കിടക്ക കാര്യം? ആരാ പറഞ്ഞത്? ലോകത്തെ ഏത് പെണ്ണിനേക്കാളും ഉന്നതയായ പെണ്ണാണ് ആര്? മറിയം റളിയല്ലാഹു അൻഹ. മനസ്സിലാവേണ്ട പറഞ്ഞത്. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഒരു എന്താ പറയുക, മറിയം ബീവി റളിയല്ലാഹു അൻഹ ഒരു എന്താ പറയുക, ഒരു മോശപ്പെട്ട പെണ്ണാവാനും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാം നോർത്തു. വിശ്വസിക്കൽ നിർബന്ധ. ലോകത്തെ ഏത് പെണ്ണിനേക്കാളും മഹദിയാണ് ആര്? മറിയം ബീവി റളിയല്ലാഹു അൻഹ. ഇല്ലെങ്കിൽ ഇസ്ലാമിന് പുറത്തു പോവും. സുന്നത്തും പറഞ്ഞും കൂലികേടും അല്ല, ആ സമയത്ത് കഫറാവും. ഇന്നൊരാൾ ലൂറും സ്കെച്ചിട്ടില്ലെങ്കിൽ കഫറാവില്ല, ഇന്നൊരാൾ അസറും സ്കെച്ചിട്ടില്ലെങ്കിലും കഫറാവില്ല, സുബഹി സ്കരിക്കാതെ ഒരാൾ ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് കഫറാവില്ല. ഇത് കുറ്റം ഉണ്ടാവുന്നേ ഉള്ളൂ. അതേസമയത്ത് മറിയം ബീവി മോശപ്പെട്ട പെണ്ണാണെന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് കഫറാവും. ഇതല്ലേ മതം? എന്താ മാന്യതയൊക്കെ പുലർത്തിയാൽ? സോഷ്യൽ മീഡിയ തല്ലിനൊന്നും ഞാനില്ല കേട്ടോ, ഞാനൊരു തല്ലിനില്ലാത്ത ആളാണ്. സോഷ്യൽ മീഡിയ തല്ലിനൊന്നും ഞാനില്ല. ഞാൻ എവിടെയെങ്കിലും ഒരാൾ മോശത്തരം പറയുകയാണെങ്കിൽ അതിനെതിരെ ഇറങ്ങനെയുള്ളൂ. ഈസാ നബിക്കെതിരെ മോശം പറഞ്ഞാൽ അത് ഞാൻ ഉണ്ടാവും. എന്തിനാ ഈസാ നബിയുടെ കാര്യം പറയുന്നു? 12 അപ്പോസ്തലന്മാരുണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്. അതിൽ 12ാമത്തെ ജൂദയെ പുറത്താക്കി. അയാൾ കള്ളു പറഞ്ഞു, അയാൾ ചതിച്ചു. പിന്നെ മത്തിയോസിനെ എടുത്തു. പിന്നെ 12 ആൾ, അതിൽ 12ാമത്തെ ആളാണ് ആര്? മത്തിയോസ്. 12 ആളുണ്ട്, അതിൽ 12ാമത്തെ ആളാണ് മത്തിയോസ്. ഈ 12 ഈസാ നബിയുടെ ശിഷ്യന്മാരാണ്, അതായത് അപ്പോസ്തൽസാണ്, ഹവാരിയങ്ങളാണ്. ഇവരിൽ ഒരാൾ വേശ്യയാണ്, തമ്മാടിയാണ്, വ്യഭിചാരിയാണെന്ന് പറഞ്ഞാൽ പോലും ഇസ്ലാം നോർത്തു. കാരണം ഇവർ ഹവാരിയങ്ങളാണ്, ഇവർ ഈസാ നബിയുടെ സഹാബാണ്. അതൊക്കെ പറഞ്ഞത് മനസ്സിലായി. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഏത് നബിയുടെ സഹാബിയെ മോശപ്പെടുത്തി പറഞ്ഞാലും കഫർ, നിസ്കരിച്ചില്ലെങ്കിൽ കഫറാവില്ല. അങ്ങനെ കുറ്റം ഉണ്ടാവുന്നേ ഉള്ളൂ. ഈ കൊല്ലത്തെ റമദാൻ മാസത്തിലെ 30 നോമ്പ് ഒരാൾ നോറ്റില്ലെങ്കിൽ കാഫറാവില്ല. അതിൻ്റെ കുറ്റം പറയേണ്ടി വരുന്നേ ഉള്ളൂ. നോമ്പിനെ നിഷേധിച്ച കഫറ മാത്രമേ ഉള്ളൂ. നോമ്പ് എന്നൊരു സംഗതി ഇസ്ലാമിൽ ഇല്ല എന്ന് പറഞ്ഞാൽ കഫറ. അതേ സമയത്ത് നോമ്പ് നോറ്റില്ലെങ്കിൽ കഫറാവില്ല, അതിന് കുറ്റം പറയേണ്ടി വരും. അതേ സമയത്ത് ഒരാൾ ഈസാ നബിയുടെ ഹവാരിയങ്ങളിൽപ്പെട്ട ഈ ഹവാരിയങ്ങൾ വ്യഭിചാരികളായെന്ന് പറഞ്ഞാൽ പോലും അതിൽ 12ൽ ഒരാൾ തമ്മാടിയെന്ന് പറഞ്ഞാൽ പോലും ഇസ്ലാം നോർത്തു. സ്വഹാബി ഏത് നബിയുടെ സ്വഹാബിയെ മോശപ്പെടുത്തിയാലും ഇസ്ലാം നോർത്തു. അങ്ങനത്തെ ഒരു മതം, ആ മതത്തിൻ്റെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ. അപ്പം നിങ്ങൾ എന്താണ് ഈ സഹോദരങ്ങളെ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അവരുടെ മേലൊക്കെ കൈവക്കാൻ പാടുണ്ടോ? ഇത് ലോകം കണ്ട നേതാവാണ്, ഇതാരാ പറയാത്തത്? തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുദൂതർ നിയോഗം എന്നൊരു പുസ്തകം എഴുതുന്നുണ്ട് ഞാൻ. ഇൻഷാ അല്ലാഹ് 2 മാസം നേരത്തെ എഴുതിയതാണ്, അതെന്ന് റീവർക്ക് ചെയ്യാന്നേ ഉള്ളൂ. അത് ഇൻഷാ അല്ലാഹ് അള്ളാഹു സഹായിച്ചാൽ 2 മാസം കൊണ്ട് പുറത്ത് വരും. നേരത്തെ എഴുതിയതാ, റീവർക്ക് ചെയ്ത് ക്ലിയർ ചെയ്തത്രേ ഉള്ളൂ. 2 മാസം കൊണ്ട് പുറത്തു വരുന്ന എൻ്റെ വിശ്വാസം. ഇൻഷാ അല്ലാഹ് അള്ളാഹു സഹായിച്ചാൽ, അള്ളാഹു സഹായിക്കട്ടെ. അത് എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത് തന്നെയും സഹോദര സമുദായങ്ങളായ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ആംഗിളിൽ നിന്ന് ചില ആളുകൾ ഇത്തരം മോശപ്പെട്ട വാക്കുകൾ പറയുമ്പോൾ അതിന് ശരിയായി അവന് ആശങ്കം പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പുസ്തകം എഴുതുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയാണ്. അതൊരു പുതിയ ആംഗിളിൽ എഴുതാണ്. അതായത് മുസ്ലിങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കുക എന്ന് മാത്രമല്ല എൻ്റെ ഉദ്ദേശം, മറ്റുള്ളവർക്ക് ആരാണ് മുഹമ്മദ് നബി എന്ന് മനസ്സിലാക്കി കൊടുക്കലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? അപ്പോൾ റബ്ബ് സിദ്ദഖും മുസദ്ദഖാണ്. അശത്രു അള്ളാഹുവിൻ്റെ ഹബീബ് നല്ല ആളാന്ന് ആര് വരെ പറഞ്ഞ്? മനസ്സിലായില്ലേ? മുസദ്ദഖും ബിറബ്ബിഹി വമുസദ്ദഖും ബിനഫ്സിഹി വമുസദ്ദഖും ബിസൗജതിഹി വമുസദ്ദഖും ബിസദീഖിഹി ഹത്ത മുസദ്ദഖും ബിഅദുവിഹി. ശത്രു വരെ പറഞ്ഞു സത്യവനാണ്. ആരെപ്പറ്റി? സ്വന്തം. അങ്ങനെയും പറഞ്ഞു, ശത്രുവും പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞല്ലോ ഫഖദ് ലബിത്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി
അഫലാ തഅഖിലൂൻ. നിങ്ങളൊന്ന് ചിന്തിച്ചൂടെ? നിങ്ങളടിയിൽ ഞാൻ എത്ര കാലം ജീവിച്ചു? ഞാൻ എന്തെങ്കിലും മോശം പറഞ്ഞിരുന്നോ? ഇല്ല. ഹിർക്കൽ ചക്രവർത്തിയുടെ അടുത്ത് നബിയുടെ ഏറ്റവും വലിയ ശല്യക്കാരൻ, റസൂലുള്ളാഹിനെ ഏറ്റവും ശല്യം ചെയ്യുന്ന അബൂ സുഫിയാൻ ചെന്നു. ഹിർക്കൽ മനസ്സിലായില്ലേ? ബൈസന്റൈൻ റോമൻ ചക്രവർത്തിയാണ്. ഹിർക്കലിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി. ഹിർക്കലിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി ഹിർക്കൽ ചോദിച്ചു, ഹാൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യഖൂല മാ ഖാല. ഓരോന്ന് ചോദിച്ചറിയാം ഹിർക്കൽ ചക്രവർത്തി. എന്നിട്ട് ആ കൂട്ടത്തിൽ ചോദിച്ചു, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യഖൂല മാ ഖാല. ഈ മനുഷ്യൻ ഇത് പറയുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും, ഈ മനുഷ്യൻ ഈ പാട്ടുകൾ പറയുന്ന തുടങ്ങുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ജീവിതത്തിൽ കളവ് പറഞ്ഞതായ ഒരു സങ്കല്പമെങ്കിലും നിങ്ങൾക്കുണ്ടോ? ഖാല അബൂ സുഫിയാൻ ഫഖുൽതു ലാ. പിന്നീട് അബൂ സുഫിയാൻ വന്ന് പറയാണ്, അത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ സംഭവമില്ല. മനസ്സിലായില്ല? എന്താ ഹിർക്കൽ ചോദിച്ചത്? ഹൽ കുന്തും തത്തഹീമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യഖൂല മാ ഖാല. ഇയാൾ ഇത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് എന്നെങ്കിലും വല്ല കളവ് പറഞ്ഞതായ ഒരു സങ്കല്പം, ഒരു ധാരണ, ഒരു ആരോപണമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ മനുഷ്യന് അള്ളാഹു ഏകനാണ് എന്ന് പറയുന്നു, ഖുർആൻ ഓതുന്നു. ഇതിനു മുമ്പ്, ഇതൊക്കെ തുടങ്ങുന്ന 40 വയസ്സിലല്ലേ, അതിനു മുമ്പ് ഈ മനുഷ്യൻ, മനസ്സിലല്ലേ, വല്ല കളവും പറഞ്ഞു എന്നൊരു ആരോപണമെങ്കിലും നിങ്ങൾക്കിടയിലുണ്ടോ? ഖാല അബൂ സുഫിയാൻ. അപ്പൊ ഹിർക്കലിന്റെ കൊട്ടാരത്തിൽ വെച്ച് അബൂ സുഫിയാൻ എന്ത് പറഞ്ഞു? ഇല്ല, അങ്ങനത്തെ സംഭവമില്ല, ഈ മനുഷ്യൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എൻ്റെ ഓർമ്മയിലില്ല, ഞങ്ങൾക്ക് അറബികൾക്ക് അറിയില്ല, ഒരു കളവും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ മനുഷ്യൻ ആരാണ്? കാന യുദ്ആബിൽ അമീൻ, കാന യുദ്ആബിൽ മുസ്മർ ബിൻ മഖ്റമ എന്നൊരാളുണ്ട്, അബൂജഹലിന്റെ പെങ്ങളെ മകന്. മുസ്മർ ബിൻ മഖ്റമ എന്നൊരാളുണ്ട്, അബൂജഹലിന്റെ പെങ്ങളെ മകൻ. അപ്പൊ അബൂജഹൽ മുസ്മറിനാരാ? അമ്മാവൻ. അപ്പൊ അമ്മാവൻ്റെ അടുത്ത് യാ ഖാലി ഖാലി, അമ്മാനെ അമ്മാനെ എന്ന് പറഞ്ഞാൽ അമ്മൂൻ്റെ തീരാണ് കാക്ക. ഹൽ കുന്തു തത്തബഉന മുഹമ്മദൻ ബിൽ കദിബി ഖബ്ല അൻ യഖൂല മാ ഖാല. നിങ്ങൾ വലിയവരെങ്കിലും പറയും, ഈ മുഹമ്മദ് ഈ പറഞ്ഞു വരുന്നതിന് നടക്കുന്നതിന് മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ല ആരോപണമോ വല്ല കളവോ വല്ല കള്ളത്തരോ വല്ല മോശത്തരോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അബൂജഹൽ പറഞ്ഞു, എന്ത് മോനെ, ലഖദ് കാന മുഹമ്മദുൻ ഫീനാ വഹുവ ശാബുൻ യുദ്ആബിൽ അമീൻ. മുഹമ്മദ് നമ്മളെ നാട്ടിലുണ്ടായിരുന്നു, നമ്മളെ പ്രദേശത്ത് രാവും പകലുള്ള ആളാണ്. ഷാബുൻ, യുവാവായി നടക്കുന്ന ഒരാളാണ്. പൂർണ്ണമായി ഞങ്ങൾക്ക് അയാൾ അറിയാം. കാന യുദ്ആബിൽ അമീൻ, അല്ലമീൻ എന്ന് വിളിക്കപ്പെടുന്ന ആളായിരുന്നു. ഫമാ ജറബ്നാ ലക അലൈഹി കദിബൻ ഖത്തു. ഒരു കളവ് ആ മനുഷ്യനെ പറ്റി ലോകത്തൊരാൾ കേട്ടിട്ടില്ല. അതാ പറഞ്ഞത്, മുസദ്ദഖും ബിൽ അദുവി, ശത്രുവും വാസ്തവമാക്കിയിട്ടുണ്ട്. ഈ ആള് സർട്ടിഫിക്കറ്റ് ക്ലിയർ. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? അല്ല, എന്താണ് ഈ പറയുന്നത്? എന്താണ് മനുഷ്യന്മാർ ചിന്തിക്കാത്തത്? നമ്മളും കോൺഗ്രസും തമ്മിൽ തെറ്റിന്ന് വിചാരിച്ച് ഗാന്ധിജിയെ പറ്റി കള പറയുമ്പോഴുണ്ടോ? അങ്ങനെ പറയാ, സത്യസന്ധനല്ലേ? നമ്മളും കോൺഗ്രസും തമ്മിൽ അലയൻസ് പൊളിഞ്ഞു, അടവ് നയാണ്. നമ്മൾ അലയൻസ് പൊളിഞ്ഞു, നമ്മളും കോൺഗ്രസും തമ്മിൽ ഇപ്പോൾ ബന്ധമൊന്നുമില്ല എന്ന് വിചാരിച്ച് ഗാന്ധിജിയെ പറ്റി കളി പറയുന്നുണ്ട്. നമ്മളും കമ്മ്യൂണിസ്റ്റ് തമ്മിൽ വലിയ വിരോധമാണ്. എന്നിട്ട് EMS ചെയ്യാത്ത പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ. അവരൊക്കെ നമ്മളുടെ ജീവിച്ച മനുഷ്യന്മാരല്ലേ. ചെയ്തിട്ടുണ്ട്, ചെയ്യാതിട്ടുണ്ട്. ഇതങ്ങനെയല്ല. ഒരു ജനത മുഴുവനും സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ് ഈ മനുഷ്യൻ ആരാണ്, സത്യസന്ധനാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് അമ്മാവനോട് പെങ്ങളെ മകൻ വന്ന് ചോദിക്കുകയാണ്, യാ ഖാലി, അപ്പാന്റെ സ്ഥാനത്തല്ലേ അമ്മാവൻ. ഹൽ കുന്തും തത്തഹീമൂന മുഹമ്മദൻ, മുഹമ്മദിനെ പറ്റി വല്ല ആരോപണവും കാക്ക നിങ്ങൾക്ക് പറയാനുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല അബൂജഹൽ. അപ്പോൾ അബൂജഹൽ എന്ത് പറഞ്ഞു? യാ വലദി, മോനെ, ലഖദ് കാന മുഹമ്മദുൻ ഫീനാ വഹുവ ശാബുൻ.
മുഹമ്മദ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു, എന്നുണ്ടായിരുന്നു. ഞാൻ പകലുണ്ട് ഇവിടെ. ഓ ഷാബൻ ഒരു യുവാവായി ഇവിടെ നടന്നിട്ടുണ്ട്. ബാല്യകാലം മുതൽ നമ്മളെ അറിയണ കുട്ടിയാണ്. കാന യുദ്ധാബിൽ അമീൻ, ഈ മനുഷ്യനെ വിളിക്കപ്പെട്ട എന്തായിരുന്നു? അല്ലമീനാണ്. ഫമാ ജറബ്നാ ലക അലൈഹി കദിബൻ ഖത്തു, ഫമാ ജറബ്നാ ലക അലൈഹി കദിബൻ ഖത്തു. ഖത്തു പറഞ്ഞാൽ ഒരിക്കലും ഇല്ല. ഈ മനുഷ്യൻ കളവ് പറഞ്ഞു നീ ലോകത്തൊരൊക്കെ പറയാൻ കഴിയില്ല. താരാ പറയണത്? അബൂജഹൽ ശത്രു. അതാ മുസദ്ദഖും ബിഅദുവി. ശത്രുവും പറഞ്ഞു ആള് നേരാണ്, ആള് ശരിയാണ്. അതല്ലേ മനുഷ്യന്റെ വിജയം എന്ന്. അപ്പോൾ പെങ്ങളെ മകൻ ചോദിച്ചു, മസ്മർ ചോദിച്ചു, ഫമാലക്കും ലാ തത്തബിഊന, പിന്നെ ഈ മനുഷ്യനെ പിൻപറ്റല്ലേ വേണ്ട? അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ചില സാധനത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അവർ ആ ബനുഹാശിം പറയാൻ തുടങ്ങി ഞങ്ങളുടെ നബിൻ്റെ. ഞാൻ ഇപ്പോൾ ഒരു വൽപ്പത്തരം. അപ്പം പിന്നെ അതാവൂല എന്ന് ഞങ്ങൾ വിചാരിച്ചു. അതാണ് മനസ്സിലായില്ല. ഞങ്ങളുടെ ഇടയിൽ പ്രശ്നം വന്നു. എന്ത്? ബനുഹാശിം ബനു മുത്തലിബും എന്ത് പറയാൻ തുടങ്ങി? നബി ഞങ്ങളെ കൂടെയാണ്. അപ്പം പിന്നെ അവർക്കൊരു പ്രത്യേക സ്ഥാനം ഞങ്ങൾ കൊടുക്കണം. അതിനാവൂല. ഞങ്ങൾ തർക്കിച്ചത് ഇതൊന്നല്ല. ഞങ്ങളെ മുന്നിൽ ഒരു അഭിപ്രായക്കേടുണ്ടായി. ഒരു ഇന്റേണൽ മനസ്സിലായില്ലേ, ഒരു ഞങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ. ഞങ്ങളെ തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടായി. അപ്പൊ ബനുഹാശിം ബനു മുത്തലിബും പറയാൻ തുടങ്ങി ഇത് നബിയാണ് ഞങ്ങളൊപ്പം ഉള്ളത്. പിന്നെ ഞങ്ങൾ വിട്ടുകൊടുക്കും. എന്ത് നബി? എവിടുത്തെ നബി? അപ്പൊ അവർക്ക് ദാറുന്നദ്വയിൽ ഞാൻ ഒരു വലിയ സ്ഥാനം അവർക്ക് കൊടുക്കണം. അത് നടക്കൂല. ഈ ദാറുന്നദ്വ ഉണ്ടാക്കിയ നബിന്റെ വല്യപ്പയാണ്. ദാറുന്നദ്വ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? പൊതുകാര്യ ഓഫീസാണ് ദാറുന്നദ്വ. ദാറുന്നദ്വ എന്ന് പറഞ്ഞാൽ അവരൊരു പാർലമെന്റ് മന്ത്രിയാണ്. അവരുടെ ഒരു പരിഷ്കാരം ആലോചിക്കണം. ആരാ ദാറുന്നദ്വ ഉണ്ടാക്കിയ? ഖുസൈ ഇബ്നു കിലാബ്. ഹബീബ റസൂലുള്ളാഹിയുടെ ബാപ്പയാരാ? അബ്ദുള്ള. റസൂലുള്ളാഹി ജനിച്ച വർഷം മരിച്ചു അബ്ദുള്ള. അവരുടെ ബാപ്പ അബ്ദുൽ മുത്തലിബ്. അവരുടെ ബാപ്പ ആര്? ഹാഷിം. ഹാഷിമിന്റെ ബാപ്പ അബ്ദുമനാഫ്. അബ്ദുമനാഫിന്റെ ബാപ്പ ഖുസൈ. ഖുസൈയാണ് എന്തുണ്ടാക്കിയത്? ഈ പൊതുകാര്യ ഓഫീസ് ഉണ്ടാക്കിയത്. അതായത് ഏത് കാര്യം നടത്താൻ ഒരു മണ്ഡപം ഉണ്ടാക്കി. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലല്ലേ കല്യാണ മണ്ഡപവും മറ്റും പൊതുകാര്യ കാര്യങ്ങളും ഒക്കെ ഇന്നല്ലേ തുടങ്ങി 21ാം നൂറ്റാണ്ടിൽ. അവർക്കിടയിൽ വന്ന പരിഷ്കാരം, പൊതുകാര്യങ്ങൾ ചർച്ച, കല്യാണ നിശ്ചയങ്ങൾ, കാര്യങ്ങൾ, കളികൾ, വിനോദങ്ങൾ, ഉത്സവങ്ങൾ, തർക്കങ്ങൾ, മദ്യം പറച്ചില്, കോടതി തുടങ്ങിയ എല്ലാ കാര്യത്തിനും വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ത്? ദാറുന്നദ്വ. ആരാ ദാറുന്നദ്വ ഉണ്ടാക്കിയത്? ഖുസൈ ഇബ്നു കിലാബ്. അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈ. നബിയുടെ 5ാമത്തെ ബാപ്പയാണ് ആര്? പറേ, 5ാമത്തെ ബാപ്പയാണ് ആര്? ഖുസൈ ഇബ്നു കിലാബ്. ഈ അബൂജഹൽ ഇവരൊന്നും ഖുറൈശികളാണ്. ഹുസൈന് പേരെ കുട്ടികളല്ല. ഹുസൈൻ്റെ പേരെ കുട്ടികൾ, ഹുസൈൻ്റെ പേരെ കുട്ടികൾ എന്ന നിലക്കന്നെ ഒരു അർഹത പേർക്കുണ്ട്. ഈ നബിയും കൂടി ഓരോ കൂട്ടത്തിൽ വന്നാൽ പിന്നെ നമുക്കൊന്നും അവിടെ ഇരിക്കേണ്ടിയും കഴിയൂല. അവനാ നമ്മൾ നബിയല്ല, എന്ത് നബിയാണെന്ന് ഞങ്ങളറിയില്ല. അതാ പ്രശ്നം. മഖ്റമ ചോദിച്ചു, ഇക്കാക്ക മുഹമ്മദിനെ നിങ്ങൾ കളവൊന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം കളവൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ആരോപണ വിധേയനായിട്ടുമില്ല എങ്കിൽ ഫമാലക്കും ലാ തത്തബിഊനഹു, ഈ മനുഷ്യനെ പിൻപറ്റിക്കൂടെ? നല്ലതല്ലേ? അപ്പോൾ പറഞ്ഞു, തനാസഅന, ഞങ്ങൾക്കിടയിൽ തർക്കം വന്നു. എന്ത്? പിന്നെ ഞാൻ ഇവരെ വല്യാപ്പയാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? ദാറുന്നദ്വ. അന്നേക്ക് തന്നെ ഒരിക്കലും വൽപ്പത്തനുണ്ടാവും. ബനു ഹാഷിമിനും ബനു മുത്തലിബിനും. ഇനിയിപ്പോൾ എന്തും വന്ന് ഇതെങ്ങനെയും കൂടി വന്നാൽ പിന്നെ ഞങ്ങൾക്കൊന്നും അവിടെ ഇരിക്കാൻ തന്നെ, ഇപ്പം നമ്മൾ കാല് വർപ്പിച്ച് അവിടെ ഇരിക്കുകയാണ്. എന്ത് നേതാക്കന്മാരെന്ന് പറഞ്ഞിട്ട് അത് നടക്കൂല. അതുകൊണ്ടാണ് ചിന്തിക്ക്. അതാണ് മുസദ്ദഖും ബിഅദുവിഹി, സ്വന്തം ശത്രുവിനെ കൊണ്ടും വാസ്തവമാക്കപ്പെട്ട ആളാണ് മുഹമ്മദ് മുസ്തഫ. അതായത് ആര് വരെ അംഗീകരിച്ചു? അവർ മനുഷ്യനെ അംഗീകാരം, ഒരു മനുഷ്യനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് അകന്നൊരു അംഗീകരിക്കും, അടുത്തൊരു അംഗീകരിക്കില്ല. അടുത്തൊരിക്കൽ അറിയും. അതാണ് ഇതിൻ്റെ സംഗതി.
ഇപ്പം രണ്ടാൾ തമ്മിൽ വലിയ കൂട്ടുകാരാണ്, രണ്ടാൾ തട്ടിപ്പാണ്. അതിൽ ഒരുത്തൻ കടയിൽ നിന്നൊരു സാധനം വാങ്ങുകയാണെങ്കിൽ ഇപ്പം അടി വാങ്ങൂല. എന്തുകൊണ്ട്? ഓനറിയും ഇതാണ് തട്ടിപ്പ് വാങ്ങിയിരിക്കുന്നു. ഓലിക്കറിയില്ല നമ്മൾ തമ്മിൽ. ഓനോട് ചെന്ന സാധനം വെക്കൂല, നമ്മനറിയാലോ. ഒരു ഇറച്ചി വാങ്ങുകയാണെങ്കിൽ അപ്പുറത്തെ പിടി ഇറച്ചി വാങ്ങും, ചങ്ങായിൻ്റെ അടുത്ത് വാങ്ങൂല. എന്തുകൊണ്ട്? അത് ചത്തതായിരിക്കും, അതല്ലാതെ ഉണ്ടാവില്ല. ഓൻ എനിക്കറിയാലോ. രണ്ടാൾ ചങ്ങായിമാരാണ്, രണ്ടാളും രാവും പകലും ചങ്ങായിമാരെ നടക്കുന്നവരാണ്. അങ്ങനെ രണ്ടാളും ഒരിക്കൽ പള്ളി കയറി, ഒരു വക്കത്തിന് പള്ളി കയറി നിസ്കരിക്കാൻ. പള്ളി ഒന്നും കയറൂല. അങ്ങനെ പള്ളി കയറിയപ്പോൾ രണ്ടാളും ഔതും കയറി തന്നെ കാല് കഴുകി അവിടെ നിന്ന്. കാരണം അത്തെ കയറി ഇനി ഒരാൾ ഇമാമാകണം, ഏതായാലും നിസ്കരിക്കലില്ല, ഈ നിസ്കാരം നാശാക്കരുതെന്ന് രണ്ടാക്കുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരാൾ വന്നു, അവർ രണ്ടാളും കയറും ചെയ്തു. ഒരാൾ വാങ്ങി കാമത്തും കൊടുത്ത് മൂന്നാമത്തെ ഇമാമാക്കി. കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ട്? ഇവർക്ക് തമ്മിൽ ഇമാമാകാൻ ഇഷ്ടമല്ല. ഇവ ഇമാമായ മറ്റാൾ അംഗീകരിക്കില്ല, മറ്റാൾ ഇമാമായ ഇവനും അംഗീകരിക്കില്ല. കാരണം ഏതെങ്കിലും കാലത്ത് അവർ നിസ്കാരം അതിന് നാശാക്കണ്ട. കാരണം ഇവനാ ഇമാമാക്കി ആ നിസ്കാരം പോയി. മൂന്നാമത്തെ ഒരാൾ വന്നപ്പോഴോ പ്രശ്നമില്ല. ഇനി ഇവരിലൊരാൾ ഇമാമാകിൽ മൂന്നാമത്തോനും പ്രശ്നം ഉണ്ടാവില്ല. എന്തുകൊണ്ട് അറിയില്ല. അതാണ് വിഷയം. ഇതൊരു നാട്ടിൻ്റെ ജനത്തിൻ്റെ നടുവിൽ നിൽക്കുക. എന്നിട്ടോ ഉള്ളറിയണവരൊക്കെ വിശ്വസിച്ചു അംഗീകരിച്ച്. ഭാര്യ മഹാനാണ് പറഞ്ഞു. മുസ്ലിം അല്ലാത്ത എളാപ്പ ഹംസ റളിയല്ലാഹു അൻഹു, എൻ്റെ ഏട്ടൻ്റെ കുട്ടി എന്ത് ചെയ്താലും ഒരാൾ എതിർക്കാൻ പാടില്ല. എന്താ ചെയ്തോട്ടെ, എതിർക്കാൻ പാടില്ല. എൻ്റെ ഏട്ടൻ്റെ കുട്ടി എന്തെങ്കിലും എനിക്ക് വിഷയമില്ല. എന്തുകൊണ്ട്? സത്യസന്ധനാണ്, ഞങ്ങൾക്കറിയാം. നിങ്ങളത് ചിന്തിച്ചു നോക്കിയൊരു കാര്യം. അവരൊരു ഏരിയയിലേക്ക് ഉപരോധിക്കപ്പെട്ടപ്പോൾ മുസ്ലിങ്ങളല്ലാത്തവരും പോയി. എന്തുകൊണ്ട്? ഈ മനുഷ്യൻ കളവ് പറയല്ല, മുസ്ലിം അല്ലാത്തവരും പോയി റസൂലുള്ളാഹിന്റെ കൂടെ. ഒരു അബൂ ലഹബ് അല്ലാത്തവരൊക്കെ പോയി. ബനു ഹാശിമും ബനു മുത്തലിബിൽ നിന്ന് എല്ലാവരും പോയി. അവർ മുസ്ലിങ്ങളല്ലാത്തവരും പോയി. അതായത് മുഹമ്മദിനെ ഒന്നിരിക്കലും മുഹമ്മദിനെ ഞങ്ങൾക്ക് കൊല്ലാൻ വിട്ടായിരുന്നു, അല്ലെങ്കിൽ ആ കുടുംബം ഒന്നടങ്കം ഉപരോധത്തിലാവും. ഷാബു അബി താലിബിലേക്ക് അവരെ ഉപരോധത്തിലാക്കി. അപ്പൊ ഇവർ ഉപരോധത്തിന് പോയി. ഞങ്ങൾ വീട്ടിനെ വിട്ടുവരില്ല, നേര് പറയാണ്. നിങ്ങൾക്ക് അതിൻ്റെ അത്ഭുതം ആലോചിച്ച് നോക്കാം. അവരിൽ പലരും ആരല്ല, മുസ്ലിമല്ല, പക്ഷെ ഞങ്ങളെ കുട്ടിനെ വിട്ടുവരില്ല, ഞങ്ങളുടെ വിട്ടുവരില്ല. എന്ത് പറഞ്ഞാൽ കളവ് പറഞ്ഞിട്ടില്ല ജീവിതത്തിൽ. നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷെ ആള് കളവ് പറയില്ല. അപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾ ചിന്തിക്ക്. പരസ്യ പ്രബോധനം തുടങ്ങിയ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിന്റെ ഭാഗത്ത് ആളുകളെ വിളിച്ചൂട്ടി. എന്നിട്ട് എന്ത് പറഞ്ഞു? ഈ കുന്നിന് അപ്പുറത്ത് ഒരു കുതിരപ്പട നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, എങ്ങനെ അംഗീകരിക്കാതിരിക്കും? നിങ്ങൾ ഞങ്ങളെ കൂട്ടത്തിൽ അല്ലമീന്ന് പറയപ്പെടുന്ന ആളല്ലേ, പിന്നെ എങ്ങനെ അംഗീകരിക്കാതിരിക്കുക? എന്താ വിഷയം പറയും? അപ്പോൾ പറയും, ഞാൻ നിങ്ങളോട് അതിനേക്കാൾ ഭയങ്കരമായ കാര്യമാണ് പറയുന്നത്. ഞാൻ പറയുന്നത് അതിനേക്കാൾ ഭയാനകമായ കാര്യമാണ്. ഇന്നീ നദീറുൻ ഇലൈക്കും ബൈന അദാബിൻ ശദീദ്. ഭയങ്കരമായ അതിഭയാനകമായ ഒരു അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നെത്താൻ പോകുന്നുണ്ട്. ആ ശിക്ഷയുടെ മുന്നിലാണ് ഇപ്പം നമ്മളുള്ളത്. ഇന്നീ നദീറുൻ ഇലൈക്കും ബൈന അദാബിൻ ശദീദ്. ഭയാനകമായ ശിക്ഷ നമ്മൾ അഭിമുഖീകരിക്കാൻ പോവാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അബൂ ലഹബ് തബ്ബല്ലക് അലിഹാദാ ജമാഅത്തന ഇത് പറയാൻ വേണ്ടി ഇപ്പോൾ ഞങ്ങൾ വിളിച്ചൂട്ടി എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞില്ല? വാന്തകാസിബുൻ, നോണ അറിയാൻ നടന്നില്ല. എന്തുകൊണ്ട്? നോണ പറയുന്നുള്ള അഭിപ്രായം ആർക്കുമില്ല, അബൂലഹബിനുമില്ല. അബൂലഹബ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചു. എന്താ അബൂലഹബ് പറഞ്ഞ്? തബ്ബല്ലക്, നിനക്ക് നാശം വരട്ടെ, അലിഹാദാ ജമാഅത്തന, ഇത്ര നിസ്സാരപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചൂട്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ പറയുന്നത് അതൊക്കെ കളവാണ്, വെറും വർത്താനം, നീ പറയാതെ വിട്ടുപോ എന്നല്ലേ മറുപടി അറിയണ്ട്. അബൂലഹബ് എന്താ പറഞ്ഞു? തബ്ബല്ലക്, ലോക പ്രശസ്തമായ വാക്കല്ലേ ഇത്. അലിഹാദാ ജമാഅത്തന, ഇതിനു വേണ്ടിയാണ് നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി.
വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞോട്ട് പോയി ഇവിടുന്ന് എല്ലാവരും. എന്താ പറഞ്ഞോട്ടെ? എന്ത് പറഞ്ഞില്ല? നീ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം കളവെന്ന് പറഞ്ഞില്ല. കളവെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. ഈ മനുഷ്യൻ നേരെ പറയുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുസദ്ദഖീൻ, ആരാലും വാസ്തവമാക്കപ്പെട്ട ആൾ. ആരും പറയും മനുഷ്യന് സത്യം അറിയുള്ളൂ. എന്താ അത്ഭുതം! ഏറ്റവും വലിയ ശത്രുവാണ് അബൂലഹബ്. അയാളും കളവ് പറഞ്ഞു കണ്ടില്ല. ചിന്തിക്ക്. അസ്ന എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിന്റെ താഴ്വരയിലേക്ക് ജനങ്ങളെ വിളിച്ചു കൂട്ടി പറഞ്ഞത് അകുന്തും മുസദ്ദിഖിയ, നിങ്ങൾ എന്നെ വാസ്തവമാക്കുമോ എന്നാണ്. ഈ മലയുടെ അപ്പുറത്തൊരു പട നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വാസ്തവമാക്കുമോ എന്നാണ് റസൂൽ ചോദിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർ പറഞ്ഞു മാർജറബിനെ അലൈക കദിബൻ ഖത്തു, ഞങ്ങൾ നിങ്ങൾ പറയുന്നത് കളവ് പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി നദീറുൻ ഇലൈക്കും ബൈന യദൈ അദാബിൻ ശദീദ്, ഭയാനകമായ ശിക്ഷ വരുന്നുണ്ട്, ഞാൻ മുന്നറിയിപ്പുകാരനാണ്. മനസ്സിലായി? ചിന്തിക്ക്. ഇങ്ങനെ ഒരാളുണ്ടോ ചരിത്രത്തിൽ? എല്ലാവരും വാസ്തവമാക്കുക. ഭാര്യ പറയാൻ നേരാണ് പറഞ്ഞത്, കൂട്ടുകാരൻ പറയാൻ നേരാണ് പറഞ്ഞത്, വീട്ടുകാർ പറയാൻ നേരാണ് പറഞ്ഞത്, നാട്ടുകാരെല്ലാം പറയാൻ നേരാണ് പറഞ്ഞത്, ശത്രു പറയാൻ നേരാണ് പറഞ്ഞത്. ജലീലുൻ ജമീലുൻ ഖുലുഖുഹു ദിക്റു റബ്ബി ബശീറുൻ നദീറുൻ റബ്ബു സുദഖിൻ മുസദ്ദഖി. ബഷീറുൻ സന്തോഷ വാർത്ത അറിയിച്ച ആളാണ്, നദീറുമാണ്. നദീറാണ്, മുന്നറിയിപ്പുകാരൻ. റബ്ബു സുദ്ഖിൻ സത്യത്തിന്റെ ആളുമാണ്. ചില മഹാന്മാർ പറഞ്ഞു ലൗകാന സുദ്ഖു റജുലൻ ലകാന മുഹമ്മദാ, സത്യം ഒരു ആളായി വരികയാണെങ്കിൽ ആ ആൾക്ക് മുഹമ്മദിന്റെ രൂപമായിരിക്കും. അങ്ങനെ സത്യം അല്ലാഹ്, അത് ചരിത്രത്തിൽ വന്ന ഒരു വാക്ക, ഒരു ആപ്തവാക്യം പോലെ ലോകം പറഞ്ഞ വാക്ക. ലൗകാന സുദ്ഖു റജുലൻ ലകാന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗകാന സുദ്ഖു റജുലൻ, സത്യം ഒരു വ്യക്തിയായി വരികയാണെങ്കിൽ ലകാന മുഹമ്മദൻ, ആ വ്യക്തിയാളായിരിക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.